കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ നിറത്തിന്റെ പേരിൽ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവേചനത്തെപ്പറ്റി തുറന്നു പറയുകയും അത് ഇന്ന് കേരളീയ സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പണ്ട് പുരാതന കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ മനോഭാവം നാം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് പണ്ഡിതനെന്നോ പാമരനെന്നോ എന്നുള്ള വ്യത്യാസമില്ല. ജനക മഹാരാജാവിന്റെ സദസ്സില് അഷ്ടവക്ര മഹാമുനി എന്ന് പറയുന്ന പണ്ഡിതനായിട്ടുള്ള മുനിവര്യൻ ഒരിക്കൽ കടന്നു വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിനകത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വൈരൂപ്യം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ശരീരത്തിന് 8 തരത്തിലുള്ള വളവുകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഷ്ടവക്രൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആ വൈകല്യം കണ്ടിട്ട് ആ രാജസദസ്സിലിരുന്ന പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇത് കണ്ടിട്ട് അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, അങ്ങ് രാജസദസ്സിൽ പണ്ഡിതരായിട്ട് ഇരുത്തിയിരിക്കുന്നത് ഇറച്ചിവിട്ടുകാരെയാണോ അതോ അറിവുള്ള ആളുകളെയാണോ അങ്ങ് ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. രാജാവിന് അതിന്റെ അർത്ഥം മനസ്സിലായി. കാരണം മാംസവ്യാപാരികൾ എപ്പോഴും നോക്കുന്നത് അവർ വാങ്ങുന്ന ഉരുവിന്റെ മാംസത്തിന്റെയും തോലിന്റെയും എല്ലിന്റെയും ഒക്കെ അളവ് നോക്കിയിട്ടാണല്ലോ അവരതിന് വില പറയുന്നത്. പണ്ഡിതരായിട്ടുള്ള മനുഷ്യര് മറ്റൊരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവന്റെ വ്യക്തിത്വം നോക്കിയിട്ടല്ലേ വിലയിരുത്തേണ്ടത്. അതാണ് അദ്ദേഹം ആ ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചത്. രാജാവിന് അർത്ഥം മനസ്സിലാകുകയും മഹാമുനിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇന്നും നാം ആ തെറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും വ്യക്തികളുടെ കഴിവിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുടെ വ്യക്തിത്വത്തെയാണ് നാം വിലയിരുത്തേണ്ടത്, അവരുടെ കുറവുകളെയല്ല. പക്ഷേ നാം അറിയാതെ നാം ഒരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? ചെറുക്കനെയും പെണ്ണിനെയും നോക്കിയിട്ട് നാം താരതമ്യപ്പെടുത്തും. പെണ്ണിനാണ് സൗന്ദര്യം അല്ലേ, ചെറുക്കൻ അത്ര പോരാ. ചിലയിടത്ത് നേരെ തിരിച്ചു പറയും, ചെറുക്കനാണ് കൊള്ളാവുന്നത്, പെണ്ണത്ര പോരാ. ഈ പോരാ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിറത്തിന്റെ വ്യത്യാസം. നമ്മുടെ സ്കിന്നിന് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് നമുക്ക് ശരീരത്തിന് ആ ഒരു നിറം നൽകുന്നത്, ആ ഒരു വർണ്ണവസ്തുവാണ്. മെലാനിന്റെ അളവ് കൂടുതലായിട്ടുള്ളവർക്കാണ് ഒരു ഡാർക്ക് സ്കിൻ വരുന്നത്, അത് കുറവായിട്ടുള്ളവർക്കാണ് വെളുത്ത നിറം വരുന്നത്. അല്ലാതെ ആ ആളിന്റെ വ്യക്തിത്വമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇനി ഈ മെലാനിൻ കുറഞ്ഞിരിക്കുന്നവർ വെളുത്തിരിക്കും, നമ്മുടെ കാഴ്ചപ്പാടിൽ അത് സൗന്ദര്യത്തിന്റെ ഒരു അടയാളം തന്നെയാണ്. പക്ഷെ മെലാനിൻ കുറച്ചുകൂടെ കുറഞ്ഞു പോയാൽ അതൊരു രോഗമാകും എന്നുള്ള കാര്യം നാം മറക്കരുത്. നാം ഏത് സൗന്ദര്യത്തിന്റെ പേരിലാണോ നാം അഭിമാനിക്കുന്നത്, അത് നിസാരം ക്യാൻസർ പോരോ അല്ലെങ്കിൽ സ്കിന്നിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഡിസീസോ എന്തെങ്കിലും ഒരു മാരക രോഗം നമ്മളെ പിടിപെട്ടാൽ ആ സൗന്ദര്യം അവിടെ അവസാനിച്ചു എന്നുള്ള കാര്യം നാം ഓർക്കണം. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ പോരെ, നമ്മുടെ മുഖം എത്ര സൗന്ദര്യമുള്ളതാണെങ്കിലും ആ മുഖത്തിന്റെ സൗന്ദര്യം ഇല്ലാതെയാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ ഒരിക്കലും അഹങ്കരിക്കാൻ വേണ്ടി പാടില്ല. അതില്ലാത്ത ആൾക്കാരെ എനിക്കിതുണ്ട് എന്നുള്ള പേരിൽ അപമാനിക്കാൻ പാടില്ല. അതൊരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അതുണ്ട്. സൗന്ദര്യമുള്ളവന് സൗന്ദര്യമില്ലാത്തവനോട് പുച്ഛം, പണമുള്ളവന് പണമില്ലാത്തവനോട് പുച്ഛം, വിദ്യാഭ്യാസമുള്ളവന് വിദ്യാഭ്യാസം ഇല്ലാത്തവനോട് പുച്ഛം. ഏറ്റവും കഷ്ടമാണത്. കാരണം വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേടുന്നത്? നമ്മൾ എന്തിനാണ് അറിവ് നേടുന്നത്? നമ്മളുടെ അറിവ് നേടുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ വ്യക്തിത്വം വികസിക്കണ്ടേ? ഭൂരിഭാഗം ആൾക്കാരും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാർ അവരുടെ സംഭാഷണത്തിൽ വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത, അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരു മലയാളിയെ നാം കളിയാക്കും. മലയാള പദങ്ങൾ പോലും എല്ലാം നമുക്കറിയില്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. മലയാളം ഡിക്ഷണറിയിലുള്ള എല്ലാ മലയാളം വാക്കുകളുടെ അർത്ഥം നമുക്കറിയില്ല. മലയാളത്തിലെ വ്യാകരണ നിയമങ്ങൾ തെറ്റിച്ചാണ് നമ്മളിൽ പലരും സംസാരിക്കുന്നതും എഴുതുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ഭാഷാ പണ്ഡിതന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നാം പറയുന്ന മലയാളം അമ്പേ തെറ്റാണ്. സ്വന്തം മാതൃഭാഷ പോലും ശരിയാമണ്ണം പറയാൻ അറിയാത്ത നമ്മളാണ് ഒരു അന്യഭാഷ സംസാരിക്കുമ്പോൾ അതിനകത്ത് തെറ്റ് വരുത്തുന്ന വ്യക്തിയെ നോക്കി പരിഹസിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഭാവമാണ് നമ്മളുടേത് മാറേണ്ടത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിന്റെ പേരിൽ ഒരിക്കലും അഹങ്കരിക്കാൻ വേണ്ടി പാടില്ല. മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഒരു നിമിഷം മതി നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റൊരാളുടെ അയാളുടെ കുറവുകളുടെ പേരിൽ അപമാനിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് യാതൊരു ശുഭപ്രതീക്ഷയുമില്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും നമ്മളുടെ ആൾക്കാരുടെ മനോഭാവം മാറുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലം അത് മാറുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആകെ എനിക്ക് ഒരു അഭ്യർത്ഥന നമ്മളുടെ സമൂഹത്തോട്, ഞാൻ അടക്കമുള്ള നമ്മളുടെ സമൂഹത്തോട് എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം
ഒന്ന് മാത്രമേ ഉള്ളൂ. നാളുകളിൽ വളർന്നു വരുന്ന തലമുറയെങ്കിലും നാം തെറ്റിദ്ധരിപ്പിക്കാതെ ഇരിക്കണം, വഴി പിഴപ്പിക്കാതെ ഇരിക്കണം. അവരുടെ മുമ്പിൽ നാം അറിയാതെ ഈ ഒരു സന്ദേശം കൊടുക്കരുത്. കറുപ്പിനാണ് വൈരൂപ്യം, വെളുപ്പിനാണ് സൗന്ദര്യം എന്നുള്ളൊരു സന്ദേശം നാം അറിയാതെ പോലും കൊടുക്കരുത്. നാം പറയുന്നൊരു ചൊല്ലില്ലേ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളൊരു ചൊല്ലില്ലേ, അത് തന്നെ ഒരു തെറ്റല്ലേ? നമുക്കത് തിരിച്ചു പറഞ്ഞുകൂടെ? കൊക്കു കുളിച്ചാൽ കാക്കയാകുമോ? കൊക്കു കുളിച്ചാൽ കാക്കയാകില്ലല്ലോ. പക്ഷെ അവിടെയും നാം ആ പഴഞ്ചൊല്ലിൽ പോലും അറിയാതെ പോലും നാം ആ നിറത്തെയാണ്, കറുപ്പെന്ന് പറയുന്ന നിറത്തെയാണ് നാം എന്ത് ചെയ്യുന്നത്? അപമാനിക്കുന്നത്. അപ്പം തലമുറ കൈമാറും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് രാഷ്ട്രീയക്കാർ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ ഇത്തരം തെറ്റായ ശീലങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വരും തലമുറയെങ്കിലും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടാതിരിക്കട്ടെ. നമ്മളുടെ വരുന്ന കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇങ്ങനെ വേദനയോടുകൂടി പറയേണ്ടി വരാതിരിക്കട്ടെ. എനിക്ക് സൗന്ദര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു, നിറത്തിന്റെ പേരിൽ ഞാൻ അപമാനിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള അവസ്ഥ നമ്മുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത്. നാം അറിയാതെ, നാമും വളർന്നു വന്നത് ഈ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് പലപ്പോഴും നാം അറിയാതെ നമ്മളുടെ വായിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ കടന്നു വരാം. ബോധപൂർവം അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നാളുകളിൽ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.